പോർക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്, എല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട്. കാണിച്ചു തരാം. ഇത് ഏതാണ്ട് ഒരു 1/2 കിലോക്കാളും കുറച്ചും കൂടി കൂടുതലുണ്ട്. പോർക്ക് നല്ല ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ പൊടികൾ, ഉപ്പും മഞ്ഞളും, ആവശ്യത്തിന് എടുക്കുക, ഉപ്പ്, മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് അവനവൻ്റെ എരിവിനനുസരിച്ചിട്ട് മുളക് എടുക്കുക. ഇത് കാശ്മീരി ചില്ലിയാണ്, എരിവ് തീരെ കുറവാണ്. ഇതിൽ ഞാൻ പിന്നെ കുരുമുളകും പച്ചമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 3 സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഒരു 2 സ്പൂൺ, നല്ലൊരു സ്കൂപ്പിന് മല്ലിപ്പൊടി. ഗരം മസാല അവസാനം ഇടാം, നമുക്ക് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വേണ്ട, അവസാനം മതി. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ഒട്ടും വെള്ളം വേണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം വന്നോളും. കൈ കൊണ്ട് നല്ലോണം തിരുമ്മിയെടുക്കുക. കരിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇതിൽ വാസനയ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ നല്ലോണം തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഇതിനി ഞാൻ കുക്കറിൽ അടച്ചു വെച്ചിട്ട് എനിക്ക് ഇത് പഴയ കുക്കറാണ്, ഒരു 5-6-7 വിസിലെങ്കിലും വേണം കേട്ടോ ആകാനായിട്ട്. അരി ഏതാണ്ട് റെഡിയായി. ഇത് വെയിറ്റും കൂടി വെച്ചിട്ട് നമുക്ക് 5-6 വിസിൽ, ഒരു 7-8 വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ മാറ്റി വെച്ചിരിക്കുകയാണ്. അതേ അടുപ്പിൽ തന്നെ പ്രഷർ പാൻ എടുത്തിട്ട് നമ്മുടെ പോർക്കിൻ്റെ ഒരു കറിയോ അല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കണം. വിശന്ന് തുടങ്ങി. ടൈം 12:30 ആയി. വെളിച്ചെണ്ണ നമുക്കിനി ഇതിലേക്കൊന്ന് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഞാൻ എണ്ണ ചൂടായിട്ട് ഇടാമെന്ന് വിചാരിക്കുമ്പോൾ എപ്പോഴും എനിക്ക് പറ്റുന്നതാണ്, ഉദ്ദേശിക്കുന്ന ആ ടെമ്പറേച്ചറിനകത്ത് കാണത്തില്ല. കടുക് പൊട്ടാനും ലേറ്റാവും. കടുക് എപ്പോഴും നല്ല ചൂടായ എണ്ണയിൽ വേണം ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ അത് ടേസ്റ്റും മാറും. അങ്ങനെ ചൂടായ എണ്ണയിൽ പൊട്ടിക്കുന്ന കടുവറയൊക്കെയാണ് നല്ല കറികൾക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്, റിച്ച് ഒരു ഇത് കിട്ടുന്നത് നമ്മുടെ നാടൻ കറികളാകുമ്പോഴേ. ഇത് നോക്കിക്കുക, എത്ര നേരമായി ഇരുന്ന് പൊട്ടുന്നില്ല. ഇത് അഹങ്കാരമല്ലേ. കടുകൊക്കെ പൊട്ടുന്ന ടൈമിൽ നമുക്ക് ഇനി ഇടേണ്ട സാധനങ്ങൾ വെച്ചാൽ, ആദ്യം വെളുത്തുള്ളി എല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒന്നും ചതച്ചിട്ടിട്ടില്ല. വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുക. ഇതൊരു സവോള മൊത്തമുണ്ട്, അതൊരു ചെറുതായിട്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. സവോള പെട്ടെന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ ആയിക്കിട്ടും. നോക്കിയും കണ്ടിടുക, കാരണം പോർക്ക് വേവിച്ച സമയത്ത് ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിലേക്ക് ഇന്ന് ഇടുമ്പോഴത്തേക്ക് ആ ഉപ്പും കൂടി നാശമാകത്തക്ക രീതിയിൽ വേണം ഇടാൻ. പോയിട്ട് ഉപ്പ് എപ്പോഴും കുറഞ്ഞിരുന്നാലും പ്രശ്നമില്ല. എൻ്റെ പൊടികളൊക്കെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. വെളുത്തുള്ളിയൊക്കെ മൂക്കുന്നത് നല്ല മണം വരുന്നുണ്ട്. ഇനി ഇഞ്ചി നീളത്തിൽ
ഈ സമയത്ത് തന്നെ ഞാൻ ഇവിടെ താഴ്ചില്ലി, എനിക്ക് പച്ചമുളക് ഇല്ല കയ്യിൽ, അതിന് പകരം താഴ്ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. നടുക്ക് കണ്ടിങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എടുത്ത രീതിയിൽ എല്ലാ മുളകും അതുപോലെ ചെയ്തിരിക്കുന്നത്. ഗ്രേവി ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ തക്കാളിയും കുറച്ച് വെള്ളവും എടുത്ത് വെച്ചിരിക്കുന്നത് സൈഡിൽ. അതില്ലാന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു തേങ്ങാ ചട്നി ദോശയ്ക്ക് ഉണ്ടാക്കിയതാണ്, ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ട്. അത് ഇച്ചിരി ബാക്കിയുണ്ട്, അപ്പോൾ അതിനെയും കൂടി ഒന്ന് ചിലവാക്കണം. അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ടാണ് ഞാനൊന്ന് ചെയ്യുന്നത്. ഈ റെസിപ്പി ഈ ലോകത്ത് വേറെ എങ്ങും കാണത്തില്ല. കാരണം എൻ്റെ വീട്ടിൽ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഇത് ഏതാണ്ടായി, ഇത്രയും ചമ്മന്തി ബാക്കിയുണ്ടായിരുന്നു. ഞാനിത് കളയത്തില്ല, എന്തിനെങ്കിലുമൊക്കെ ഇടണം. നമുക്കിപ്പം പോർക്ക് കറിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, പക്ഷെ എന്നാലും ഇടണം. ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല കേട്ടോ, ഗരം മസാല ഒന്നും അങ്ങനെയൊന്നും ചേർക്കില്ല. ആകെ കൂടി ഇട്ടത് പിരിമുളക്, ഉപ്പ്, തേങ്ങാപ്പീര്, പിന്നെ ഒന്നോ രണ്ടോ അല്ലി വെള്ളുള്ളി, ഇത്ര ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു കുഴപ്പമില്ലാണ്ട് ഇതിനകത്ത് മിക്സ് ചെയ്യാം നമുക്ക്. അങ്ങനെ ഞാൻ ആ ചമ്മന്തി എല്ലാം കൂടെ എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. സ്പെഷ്യൽ കൂട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പച്ചമണക്കളൊന്ന് മാറട്ടെ ചമ്മന്തിയുടെ. മിക്സിയിൽ ആ വെള്ളം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് പിന്നെ അവസാനം എടുക്കാം നമുക്ക്, ഗ്രേവിക്കനുസരിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. ഒന്ന് മൂത്തതിന് ശേഷം ബാക്കി പൊടികൾ നമുക്ക് ചേർക്കാം. കുക്കർ എന്തായാലും നോക്കുന്നത്, ആദ്യം ഏതായാലും പോയിട്ടുണ്ട്. പോർക്ക് വെന്തോ എന്നറിയുമല്ലോ. എനിക്ക് പോർക്കിനോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാനത് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല ശരിക്കും. അതാണ് ഞാനിങ്ങനെ കിട്ടുന്നതൊക്കെ ഇട്ടിട്ടുണ്ടെന്നത്. വെന്തോ ഒരു കഷ്ണം കഴിച്ച് നോക്കാൻ. പോർക്ക് നല്ലോണം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ തന്നെ എത്ര വെള്ളം വന്നിരിക്കുന്നതെന്ന് നോക്കി. ഇത് ഞാൻ പൊടികൾ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാൻ നോക്കാം. ഇതിന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എക്സസ് വെള്ളമൊന്നും ഒഴിക്കാൻ നിൽക്കണ്ട. ഇനി ഞാനിടുന്നത് നമ്മുടെ തക്കാളി. പിന്നെ സിറ്റീസ് ഇങ്ങനെയൊന്നും മാറ്റിയിട്ട് കരുവേപ്പില ഇല്ലാത്ത കഷ്ടമാണ് എൻ്റെത്. കരുവേപ്പില ഇല്ലാത്ത നാട്ടിൽ വന്ന് കിടക്കുക. പക്ഷെ മല്ലിയിലുണ്ട്, അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട്. അല്ലേ, നല്ലോണം ഇല്ല. കുരുമുളകിലാണ് ഈ ടേസ്റ്റൊക്കെ വരുന്നതും കളറൊക്കെ മാറുന്നതും എല്ലാം. ഇത് ഇന്ന് കറി ഇപ്പോൾ കുറച്ച് നേരം ആദ്യം ഫസ്റ്റ് എടുക്കുന്നത് നമ്മൾ ചോറിനോടൊപ്പം കറിയായിരിക്കും. പിന്നെ അതിനുശേഷം വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അത് കുറച്ച് വെള്ളമൊന്നും കാണത്തില്ല, എല്ലാ കറിയും തീർന്നു പച്ചച്ചെടുക്കാൻ പറ്റില്ല. അന്നേരം ഇത് ഒന്നുകൂടി ഇത് എണ്ണയിൽ മൂപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളകൊക്കെ ഇട്ടിട്ട് എന്താ ടേസ്റ്റ് എന്നറിയോ, കേട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ശരിയാകത്തില്ല, എന്നാലും ചെയ്ത് നോക്കുകയാണ്. ടിവിയിലൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ചെയ്യുന്നത് എല്ലാ എപ്പിസോഡും നമ്മൾ നോക്കും. എന്നിട്ട് വീട്ടിൽ ഞാൻ ഇവിടെ വന്ന് എൻ്റെ അടുക്കളയിൽ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് അത് എൻ്റെ രീതിയിൽ കുറച്ച് ഫ്യൂഷനായിരിക്കും. കോൺട്രിബ്യൂഷൻ എൻ്റേതും കൂടി കാണും. അതായത് ഇപ്പം ചമ്മന്തി ബാക്കി വന്ന് ഇങ്ങനത്തെ കിട്ടുന്നതല്ലേ, അതുപോലെ. ഇനി ഗരം മസാല ഈ സ്പൈസസ് കുറച്ചേ ഉള്ളൂ. ഇത് ഞാൻ ഇടുവാണ്, എനിക്ക് ബാക്കി പൊടിച്ച് വയ്ക്കണം. ഉള്ള സ്പൈസസ് കൊണ്ട് വേറെ ഒന്നുമില്ല. ഗ്രാമ്പു, പെരുംജീരകം, ഏലക്ക,
ഇതൊക്കെ തന്നെ സാധാരണ ഒരു ജാതിപത്രിയുടെ പക്ഷിതുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ് കരിയായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടുക. എന്നിട്ട് മുളക് എരിവ് മതിയോ നോക്കിയിട്ട് മുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടുക. ഞാൻ കറി ഗ്രേവിയായിട്ട് കിട്ടുന്ന കഴിച്ചു. ഇപ്പം എന്താ എല്ലാം കുറുകി റോസ്റ്റ് ആകുമ്പോൾ പരിപാടിക്കുക. ഒക്കെ രസം സെപ്പറേറ്റ് വെക്കേണ്ടി വരും. ഒന്ന് എരിവിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുക. എല്ലാം ഉണ്ടോന്ന്. നല്ല മണം വരുന്നത്. നല്ല ടേസ്റ്റ് ആക്കാം. എരിവും കുരുമുളകും കയറി കിടക്കുവാണ്. തക്കാളിയൊക്കെ വെന്തുടഞ്ഞു. എൻ്റെ പോർക്ക് റോസ്റ്റ് ആവുകയാണ്, കറിയായിട്ട് കിട്ടുന്നില്ല. അതായത് ഇനിയിപ്പോൾ ഞാനിതിൻ്റെ കൂടുതലും ചെയ്യാൻ പോകുന്നത് മല്ലിയില ഇച്ചിരി വെട്ടി വെച്ചിട്ടുണ്ട്. ഒരു പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്ന സമയത്ത് അതങ്ങിടാം. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ ഇല്ലാത്ത സാധനങ്ങൾ ഞാൻ ടി വിയിൽ കണ്ടതും യൂട്യൂബിൽ കണ്ടതും ചേച്ചി പറഞ്ഞ എൻ്റെ തേങ്ങാക്കൊത്തില്ലേ, അതൊരു അരമുറി ഒന്ന് നീളത്തിലരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുന്നു. ഉള്ളി വഴറ്റുന്നതിന് മുമ്പേ അത് വഴറ്റിയെടുക്കും. അപ്പോൾ എനിക്ക് ആ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ തേങ്ങ നമ്മുടെ ചമ്മന്തി കൊണ്ട് ഓട്ടിച്ച് കഴിഞ്ഞാൽ. ഈ പോത്തിന് നെയ്യ് കുറവാണ് കേട്ടോ. അത് കാണിച്ച പോത്തിനകത്ത് നല്ല നെയ്യുള്ള പോർക്ക്. നാട്ടിലൊക്കെ കിട്ടുന്ന അങ്ങനെ കറക്റ്റല്ല. ഇവിടെ എല്ലാം ഓരോന്ന് മാറ്റി മാറ്റി എടുത്ത് വെച്ചിട്ട് ഇത് തരുന്നത്. ഇതിനൊന്നും കൂടി മുരിയട്ടെ. എന്നിട്ട് നമുക്ക് ആദ്യത്തെ സെറ്റ് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിരിക്കാം ഫൈനലായിട്ട്. ഇത് കാരണം കളർ പോകും ഇതിലിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക്. പാനി വെക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇട്ട് അതും വെച്ച് കൊടുക്കാം. കളർഫുള്ളാക്കണം എന്തും. എങ്കിലല്ല ആപ്പിറ്റൈറ്റ്. നമ്മുടെ വിശപ്പിനൊക്കെ അതങ്ങ് എടുക്കണം. വെള്ളം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പോർക്കത് ഈ അവസ്ഥയായി. ഇനി ബാക്കിയുള്ള ഈ പറഞ്ഞു വച്ചിരിക്കുന്നത് അണയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കളറും കൂടി കിട്ടത്തക്ക രീതിയിൽ ഉറമി നെയ്യ് ഞാൻ നേരത്തെ അധികം ഇല്ലയെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. എൻ്റെ വെളിച്ചെണ്ണ ആയിരിക്കണം മിക്കവാറും ഞാൻ ഇട്ടത്. പക്ഷെ പോർക്കിൽ നെയ്യില്ലാത്തതാണ്. കാരണം നെയ്യൊക്കെ മാറ്റിയിട്ടുള്ള പാത്രം നമ്മൾ വാങ്ങിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്ത് കഴിക്കാം. ഇന്ന് ചെമ്പരത്തി ചോറ്. അതൊരു 10 കിലോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് തീർക്കണം. നല്ല ചൂടോടെ ഒരു 2-3 കറി എടുക്കുക. ചൂടോടെ കഴിക്കാൻ താല്പര്യമുള്ളവർ. ഒന്നാമത് തണുത്ത കഴിച്ചോളാം. അപ്പം ചൂടോടെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് ഞാൻ എൻ്റെ പോർക്ക് ഇനി വേണം ഫൈനലായിട്ട് പേരിടാൻ. എന്തെങ്കിലും ഇതിനെ കണ്ടിട്ട് കറി എന്ന് പറയണോ റോസ്റ്റ് എന്ന് പറയണോ എന്താണ് ഇത്? എന്തായാലും കാണാൻ നല്ല ജോറായിട്ടുണ്ട്. അത് പ്ലേറ്റിലേക്ക് ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക. ഗ്രേവി ഒഴിക്കാൻ കുറവാണ്. അതായത് വെളുത്തുള്ളി, ഒരു ഇച്ചിരി മുളകും, അതിൻ്റെ ആ എണ്ണയും കൂടി ഒന്ന് ഊറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിലായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക്
ഉരുട്ടി ഉരുട്ടി കഴിക്കാം. അടുക്കളയിൽ നിന്ന് ഒരു സ്മൂലേക്ക് നിന്ന് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അവിടെ ചെന്ന് ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതലായി എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ചൂട്, ഒരു കഷ്ണം പോർക്ക്, അതിൻ്റെ കുറച്ച് ഗ്രേവി, വെളുത്തുള്ളി, ഇച്ചിരി മല്ലിയില, മുളക് വേണോ കിടക്കട്ടെ, കുറച്ച് അതിൻ്റെ ചാറ്. ഇനി ഒന്ന് ഒരു ചെറിയൊരു ഉരുള. ഇനി നേരെ ഇത് എൻ്റെ വായിലേക്ക്. നല്ല ചൂട്. സത്യം പറഞ്ഞാൽ ഇത് ഒരു കുറവില്ല കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പ്, കുരുമുളക് നന്നായിട്ട് കയറി കിടപ്പുണ്ട്. മുളക് സോറി പിന്നെന്താ, പിന്നെ നമ്മുടെ സ്പൈസസ് ഇങ്ങനെ വിതറി കൊടുത്തതിൻ്റെ സ്പൈസസിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. വേറൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ചമ്മന്തി നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ കൊത്ത ആവശ്യപ്പെട്ടിരുന്നത് ടി വിയിൽ ആ ചേച്ചിമാർ പറഞ്ഞത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ശരി.